സ്വാഗതം. ഇന്ന് നമ്മൾ US-ഇറാൻ സംഘർഷങ്ങളുടെ ആ ഒരു സങ്കീർണമായ ലോകത്തേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായിട്ടില്ല. അത് ശരിയാണ്. എന്നാലും കാര്യങ്ങൾ ഒട്ടും ശാന്തമല്ലെന്ന് വ്യക്തമാണല്ലോ. അതെ അതെ. സൈനിക നീക്കങ്ങൾ, പിന്നെ ഈ സൈബർ പോരാട്ടം, ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾ, അതോടൊപ്പം പകരക്കാരുടെ യുദ്ധങ്ങളും അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ശരിയാണ്. ഒരു ഫുൾ സ്കെയിൽ യുദ്ധം അത് ഒഴിവാക്കാൻ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ പരോക്ഷമായിട്ടുള്ള നീക്കങ്ങളില്ലേ, അതിൻ്റെയൊക്കെ ഒരു ആഘാതം അത് വളരെ വലുതാണ്. അപ്പം നമുക്ക് ഈ കിട്ടിയ വിവരങ്ങൾ വെച്ചൊന്ന് നോക്കാം. ഈ പലതരത്തിലുള്ള പോരാട്ടങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പ്രധാന സംഭവത്തിൽ നിന്ന് തുടങ്ങിയാലോ? 2020 ഇറാന്റെ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഖാസിം സുലൈമാനി. അതെ, അദ്ദേഹത്തെ ബാഗ്ദാദിൽ വെച്ച് ഒരു US ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തി. അത് ഓർക്കുന്നുണ്ടാവുമല്ലോ. US കൊടുത്ത വിശദീകരണം അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം പ്ലാൻ ചെയ്യുന്നുവെന്നായിരുന്നു. ഈ രേഖകളിലും അതാണല്ലോ പറയുന്നത്. അതിന് ഇറാന്റെ പ്രതികരണം വളരെ പെട്ടെന്നായിരുന്നു, നേരിട്ടുള്ളതായിരുന്നു. ഇറാഖിലെ ഐൻ അൽ അസാദ്, പിന്നെ എർബിൽ, ഈ US സൈനിക താവളങ്ങൾക്ക് നേരെ അവർ മിസൈൽ ആക്രമണം നടത്തി. ഓഹോ, അന്ന് 100-ലധികം US സൈനികർക്ക് പരിക്കേറ്റുന്നാണ് കണക്ക്. 100-ലധികം പേർക്ക്? അതെ, അത് ശരിക്കും കാര്യങ്ങൾ എത്ര പെട്ടെന്ന് വഷളാവാമെന്നതിന്റെ ഒരു സൂചനയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആവാം ഈ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ റിസ്ക് കാരണം മറ്റു വഴികളിലേക്ക് ശ്രദ്ധ പോയത്. അതെ അതെ, അവിടെയാണ് ഈ സൈബർ ലോകത്തെ കളികൾ വരുന്നത്. നമ്മുടെ ഈ രേഖകളിലൊക്കെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സ്റ്റക്സ്നെറ്റ് വൈറസ്. സ്റ്റക്സ്നെറ്റ് ഏകദേശം 2010 ഇറാന്റെ ആണവ സെൻട്രിഫ്യൂജുകളെ ലക്ഷ്യമിട്ടത്. അത് ഇസ്രായേലുമായി ചേർന്നാണ് നടത്തിയതെന്നും പറയുന്നുണ്ട്. അതുപോലെ 2019 ഇറാൻ ഒരു US ഡ്രോൺ വെടിവെച്ചിട്ടില്ലേ? ഉണ്ടായിരുന്നു. അതിനുശേഷം ഇറാന്റെ മിസൈൽ സിസ്റ്റംസിനെതിരെ US ഒരു സൈബർ അറ്റാക്ക് നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ യുദ്ധം അത് പുറത്തേക്കത്ര കാണില്ലെങ്കിലും ഭയങ്കര നിർണായകമായി മാറുന്നുണ്ടല്ലേ? തീർച്ചയായും. അതിനൊരു യുദ്ധം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഭൗതികമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സാമ്പത്തിക സമ്മർദ്ദം, ഉപരോധങ്ങൾ. അതെ, 2018 ആ ആണവ കരാറിൽ നിന്ന്, അതായത് JCPOA, 2015 കരാർ, അതെ, അതിൽ നിന്ന് US പിന്മാറിയ ശേഷം പിന്നെ കടുത്ത ഉപരോധങ്ങളായിരുന്നു. എണ്ണ കയറ്റുമതി, ബാങ്കിംഗ്, അങ്ങനെ പലതിലും. പരമാവധി സമ്മർദ്ദം, മാക്സിമം പ്രഷർ, അതായിരുന്നല്ലോ ആ നയം. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളനുസരിച്ച് ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ നന്നായിട്ട് ബാധിച്ചു. ശരിയാണ്, ബാധിച്ചു. പക്ഷെ ഇറാന്റെ നയങ്ങളിൽ വലിയ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഒരു ഭരണമാറ്റത്തിലേക്കെത്താനോ അതിന് സാധിച്ചോ? അതിലൊരു സംശയം ഇപ്പോഴും ഉണ്ടല്ലോ. ഉണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയെന്ന് പറയാൻ പറ്റില്ല. അതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പകരക്കാരുടെ യുദ്ധങ്ങൾ, പ്രോക്സി വാർസ്, കൂടുതൽ പ്രാധാന്യമുള്ളതാവുന്നത്. ഉദാഹരണത്തിന് യമൻ തന്നെ നോക്കൂ. അവിടെ ഹൂതികളെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നു. അവർക്കെതിരെ US പിന്തുണയോടെ സൗദി സഖ്യം പോരാടുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. 2024 പോലും ഇറാഖിലും സിരിയയിലും US താവളങ്ങൾക്ക് നേരെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ആക്രമണം നടത്തുന്നു. US തിരിച്ചടിക്കുന്നു. ഇത് നേരിട്ടുള്ളൊരു യുദ്ധം ഒഴിവാക്കാനുള്ള വഴിയാണെങ്കിലും ആ മേഖലയെ ഇത് സ്ഥിരമായിട്ടൊരു അസ്ഥിരതയിൽ നിർത്തുകയാണ്. ശരിയാണ്. അപ്പോൾ ഈ സൈനിക നീക്കങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ഉപരോധം, ഈ പരോക്ഷ യുദ്ധങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്തു വെച്ച് നോക്കുമ്പോൾ 2024 ഇപ്പോഴത്തെ അവസ്ഥയെ എങ്ങനെ ചുരുക്കി പറയാം? നിലവിലൊരു പൂർണ്ണ യുദ്ധമില്ല, അത് സമ്മതിച്ചു. പക്ഷേ ടെൻഷൻ വളരെ കൂടുതലാണ്. പ്രധാനമായും ഇറാന്റെ ആണവ പദ്ധതി, പിന്നെ മേഖലയിൽ അവർക്കുള്ള സ്വാധീനം, ഇതൊക്കെ കാരണം ആ പിരിമുറുക്കം നല്ല ഹൈ ലെവലിൽ തന്നെ നിൽക്കുന്നു. ബൈഡൻ ഭരണകൂടം അവർ നയതന്ത്ര ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മറുവശത്തോ ഉപരോധങ്ങൾ മാറ്റുന്നില്ല. സൈനികമായിട്ടുള്ള ആ ഒരു ഡിഫൻസ് പോസ്ചർ അതും തുടരുന്നുണ്ട്. ഇതൊരു തരം ഒരു കൺട്രോൾഡ് സംഘർഷാവസ്ഥയാണ്. പക്ഷെ എപ്പോ വേണമെങ്കിലും കൈവിട്ടു പോകാം. ആ ഒരു അപകടം എപ്പോഴും അവിടെയുണ്ട്. അതാണ് ഈ സ്രോതസ്സുകളൊക്കെ തരുന്ന ഒരു ചിത്രം. അപ്പോ നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ US-ഇറാൻ ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു നേരിട്ടുള്ള യുദ്ധമില്ല, പക്ഷെ പല തലങ്ങളിൽ സംഘർഷം ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുകയാണ്. അതെ, സൈബർ വഴികൾ,
പണം, അതായത് സാമ്പത്തിക ഉപരോധം, പിന്നെ ഈ പകരക്കാർ വഴിയുള്ള പോരാട്ടങ്ങൾ, ഇതിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായി. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ ചെറിയ നീക്കത്തിന് പോലും ആഗോളതലത്തിൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട്. ഞങ്ങൾ ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നേയുള്ളൂ, വസ്തുതകൾ പറയാൻ. ഇതിലെ ശരി തെറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുക, അതൊന്നും ഞങ്ങളുടെ ലക്ഷ്യമല്ല. അത് വിലയിരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതെ, ഈ വിവരങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം തരാം. നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ അപകടം കുറഞ്ഞതാണോ ഈ ഉപരോധങ്ങൾ, സൈബർ അറ്റാക്കുകൾ, പ്രോക്സി വാർസ് പോലുള്ള പരോക്ഷ വഴികൾ? അതോ ഈ രീതികൾ ശരിക്കും ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾക്ക്, കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുകയാണോ? അതൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കാവുന്നതാണ്.